ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ഇപ്പം പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, അത് 2500 ആക്കുമെന്ന് പറഞ്ഞു, അത് 5000 വേണേ ആക്കുമെന്ന് പറയാം. പക്ഷെ അത് ഉള്ളതെങ്കിലും നിലവിൽ കൊടുക്കണ്ടേ? അതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് ഇത്. പിന്നെ അവരുടെ ശക്തിയായ അണികളില്ലെങ്കിലും നേതാക്കളും അറിയുന്നുള്ളൊരു ഭാവവും, അതാണ് ഏറ്റവും തിരിച്ചടിക്ക് വലിയ കാര്യം. 4 നേതാക്കന്മാർ കൂടിയാൽ ഉണ്ടാകുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ TV ചാനൽ കാണുമ്പം CPM-ന്റെ പ്രമുഖരായ നേതാവാണ് ചിത്തരഞ്ജനും അനിൽകുമാറും. ഇവർ രണ്ടുപേരുടെയും TV ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് കുഴപ്പമില്ല, എന്നെപ്പോലുള്ളവർക്ക് എനിക്ക് സൂചിക്കും. അല്ലാത്ത ഒരാളെ കേട്ട് കഴിഞ്ഞാൽ ഒരു വോട്ട് ചെയ്യാനിരിക്കുന്ന ഒരാളും കൂടെ വോട്ട് ചെയ്യുക, അതാണ് അവസ്ഥ. അപ്പം അതുപോലെ പൊതുജനം വിലയിരുത്തിക്കൊണ്ട് അവരെഴുതിയ വിധിയെഴുത്താണ്. അതാണ് ഇപ്പം 119 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ഭൂരിപക്ഷം കുറവാണ്. ഇപ്പം നിലവിൽ 19 പോയിട്ട് 11